കാസർഗോഡ് ചിറ്റാരിക്കാൽ എന്ന കൊച്ചു ഗ്രാമം തനി നാട്ടുംപുറമായതിനാൽ ചെറിയ ഗോസിപ്പുകളും കുപ്രചരണങ്ങളുമൊക്കെ ആരെയും മാനസികമായി തളർത്തുന്നു. ഈ നാട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളും ഇപ്പോൾ വലിയ ഭീതിയിലാണ്. പ്രദേശവാസികളായ 3 ചെറുപ്പക്കാരുടെ ലൈംഗിക വൈകൃതം ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലായിട്ടിരിക്കുന്നു. AI സാങ്കേതിക വിദ്യയിൽ കൂടെ പഠിച്ച സഹപാഠികളുടെ ഉൾപ്പെടെ 200ഓളം സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ചത് 3 യുവാക്കൾ ചേർന്നാണ്. കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 1.5 വർഷത്തോളമായി ഇവർ ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്ന കണ്ടെത്തൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് കാസർഗോഡിന്റെ മലയോര ഗ്രാമമായ ചിറ്റാരിക്കാലിൽ നിന്നും പുറത്തുവരുന്നത്. പ്രദേശത്തെ 3 യുവാക്കൾ AI സാങ്കേതിക വിദ്യയിൽ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ചതായാണ് കണ്ടെത്തൽ. ചിറ്റാരിക്കാൽ തയ്യേരി സ്വദേശികളായ സിബിൻ ലൂക്കോസ്, എബിൻ ടോം ജോസഫ്, ജസ്റ്റിൻ ജേക്കബ് എന്നിവരാണ് ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങളുണ്ടാക്കി പ്രചരിപ്പിച്ചത്. ഇവരെ ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടെ പഠിച്ച ചിലരുടെ അടക്കം നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങളാണ് ഇവർ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചിത്രങ്ങൾ ടെലിഗ്രാം ബോട്ടിൽ അപ്ലോഡ് ചെയ്ത് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയെന്നാണ് വിവരം. ഇത്തരത്തിൽ 200-ലധികം പേരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായാണ് സൂചന. ഏതാനും ചില വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരാണ് കുറേ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ മൊബൈൽ കൂടി പ്രദർശിപ്പിക്കുകയും അതുവഴി അത് പല ആളുകൾക്കും അയച്ചു കൊടുത്തതായി അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർക്ക് ബോധവൽക്കരണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ചു. പ്രതിയായ സിബിൻ ലൂക്കോസിന്റെ മൊബൈൽ ഫോൺ സുഹൃത്ത് അവിചാരിതമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം പുറത്തറിയുന്നത്. നഗ്ന ചിത്രങ്ങളിൽ ഒന്ന് ഈ യുവാവിന്റെ ബന്ധുവിന്റേതായിരുന്നു. ഇതോടെ ഈ ചിത്രങ്ങളെല്ലാം യുവാവ് തന്റെ ഫോണിലേക്ക് പകർത്തി പ്രദേശവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു. 149 പേരുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളാകെ ആശങ്കയിലാണ്. ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.